നമ്മളെ കുറ്റ്യാട്ടൂർ മാങ്ങയാണ് കേട്ടോ. കുറ്റ്യാട്ടൂർ മാങ്ങ ഒന്നിങ്ങനെ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. കവറിലിട്ടോണ്ടാന്നാ തോന്നുന്നു. നല്ല കളറുണ്ട്. ഒന്നും കൂടെ ഇവിടെ ആയിട്ടുണ്ട്. അതും കൂടെ ഉണ്ട് പൊട്ടിച്ചെടുക്കുക. കളറായി വരണുണ്ട്. നമ്മൾ കുറ്റ്യാട്ടൂർ മാങ്ങ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. നമ്മൾ പോയി വന്നപ്പോഴേക്കൊക്കെ ഒരാഴ്ച നമ്മളോടൊന്ന് വിട്ടുവന്നപ്പോൾ ഒക്കെ ശരിയായി. ഓക്കെ, അപ്പോൾ കുറ്റ്യാട്ടൂർ മാങ്ങൻ്റെ ടേസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറ്റ്യാട്ടൂർ മാങ്ങ കേട്ടോ, കവർ ഇട്ടുകൊണ്ട് നല്ല കളറുണ്ട്. കവർ ഇടാത്തത് കളറില്ല. അപ്പോൾ കവറിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായല്ലോ, അതും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറ്റ്യാട്ടൂർ മാങ്ങ നോക്കാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഹാഫൊന്ന് കട്ട് ചെയ്തപ്പം ആയിട്ടില്ല. അപ്പം അതിൻ്റെ അണ്ടി സീഡ് കുറച്ച് വലുതാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതാണ് കുറ്റ്യാട്ടൂർ മാങ്ങൻ്റെ ഉള്ളിൽ. നല്ല കളറാണ്, നല്ല ഭംഗിയുണ്ട്, ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലഷൊക്കെ ഉണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫൈബറിൻ്റെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. കാറ്റഗറി ചെയ്യാൻ മാത്രമൊന്നും ഇല്ല. നമുക്കൊരു നല്ല നാടൻ മാങ്ങ കഴിക്കാമെന്ന് മാത്രം. ഞാൻ അതിന് താജി പറയല്ല, നമ്മൾ ഒരുപാട് മാങ്ങകൾ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്കൊരു 10-15ൻ്റെ താഴത്തൊക്കെ അതിലെവിടെയെങ്കിലൊക്കെ ഉൾപ്പെടുത്താനേ പറ്റുള്ളൂ. പക്ഷെ മോശമില്ലാത്ത നല്ല തൊലിയടക്കം കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ്. തൊലി വളരെ കനം കുറവാണ്. അത്യാവശ്യം നല്ലൊരു മധുരമുണ്ട്. ബ്രിക്സൊക്കെ ഉണ്ടാക്കുന്നതിൽ നമ്മളെ മെഷീനൊന്നും ഇല്ലാതെ പറയട്ടാ, ഒരു 17-18 ഉണ്ടാവും. അപ്പം വീട്ടിലൊക്കെ വെക്കേണ്ടവർക്ക്, നാടൻ മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് വെക്കാം, കളക്ഷനിൽ ഉൾപ്പെടുത്തുന്നവർക്ക് ഉൾപ്പെടുത്താം. ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.